ശബരിമല സന്നിധാനം മണ്ഡലപൂജയ്ക്കൊരുങ്ങി. തങ്കയങ്കി ഘോഷയാത്ര ഇന്നും തുടരും. രാവിലെ 8-ന് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് രണ്ടാം ദിനത്തിലെ യാത്ര ആരംഭിക്കുക. അതേസമയം സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. മണ്ഡലപൂജയോടനുബന്ധിച്ച് ശബരിമല ദർശനത്തിനുള്ള വെർച്വൽ ക്യൂവിനും സ്പോട്ട് ബുക്കിംഗിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ മാത്രം 1 ലക്ഷത്തോളം പേരാണ് ദർശനം നടത്തിയത്. ഗോകുൽനാഥ് നൽകും വിശദാംശങ്ങൾ. ഗോകുൽ, എന്തായാലും സന്നിധാനത്ത് തിരക്ക് തുടരുകയാണ്. മണ്ഡലപൂജയ്ക്ക് ഒരുക്കമാണ്. ഒപ്പം തങ്കയങ്കി ഘോഷയാത്ര ഇന്നും തുടരുകയാണ്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഹരിപ്രിയ, മണ്ഡലകാല തീർത്ഥാടനത്തിന് ഏകദേശം പരിസമാപ്തിയാവുകയാണ്. 27-ാം തീയതി വരെയാണ് നട തുറക്കുക. അതിനുശേഷം പിന്നീട് അടച്ചിട്ട് 30-ാം തീയതിയാണ് വീണ്ടും നട തുറക്കുക. അങ്ങനെ മണ്ഡലകാല തീർത്ഥാടനം അവസാനിക്കുന്ന ഘട്ടത്തിലാണ്. എന്തായാലും ആ സമയത്തും കനത്ത തിരക്കിലാണ് സന്നിധാനവും പരിസര പ്രദേശങ്ങളും ഒക്കെ ഉള്ളത്. ഓരോ ദിവസവും ഓരോ ലക്ഷം ഭക്തർ വീതമാണ് എത്തുന്നതെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം എത്തിയത് 96,668 പേരാണ്. രാവിലെ നട തുറന്ന് ഹരിവരാസനം പാടി നട അടയ്ക്കുന്ന സമയം വരെയുള്ള കണക്കാണ്. ഏകദേശം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെയാണ് ഓരോ ലക്ഷം ഭക്തർ വീതം എത്തുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ സിവിൽ ദർശനം കൂടി കണക്ക് കൂട്ടിയാൽ 1 ലക്ഷത്തിന് മുകളിലാണ് ഓരോ ദിവസവും എത്തുന്ന ഭക്തജനങ്ങളുടെ അംഗസംഖ്യ അല്ലെങ്കിൽ കണക്ക് എന്നുള്ളതാണ്. എന്തായാലും ശബരിമലയിലെ തങ്കയങ്കി ഘോഷയാത്ര ഇപ്പോൾ നിലവിൽ 2-ാം ദിവസവും തുടരുകയാണ്. രാവിലെ 8-ന് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് 2-ാം ദിനത്തിലെ യാത്ര തുടങ്ങുക. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി രാത്രി 8:30-ക്ക് കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലാണ് ഇന്നത്തെ യാത്ര സമാപിക്കുക എന്നുള്ളതാണ്. ഡിസംബർ 26-ന് ഉച്ചയ്ക്ക് 1:30-ക്ക് തങ്കയങ്കി രഥഘോഷയാത്രയായി പമ്പയിൽ എത്തിച്ചേരുകയും തുടർന്ന് വൈകിട്ട് 6:30-ക്ക് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടത്തുകയുമാണ് ചെയ്യുക. എന്തായാലും 27-ാം തീയതി വരെയാണ് നട തുറന്നിരിക്കുക എന്നുള്ളതാണ്. അതിനുള്ളിൽ അയ്യനെ കണ്ട് ദർശിക്കാനുള്ള വലിയ നീണ്ട നിരയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക. ഫ്ലൈ ഓവറിലും അതേപോലെ തന്നെ വലിയ നടപ്പന്തലിലും കനത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത്. വലിയ നടപ്പന്തൽ പിന്നിട്ടും വലിയ നീണ്ട നിര തുടരുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ വേഗത്തിൽ തന്നെ ഈ നീണ്ട നിരകൾ നീങ്ങുന്നുണ്ടായിരുന്നു. ആളുകൾ വളരെ വേഗം ദർശനം കഴിഞ്ഞ് മടങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ നിരകളൊന്നും വളരെ വേഗത്തിൽ നീങ്ങുന്നില്ല. വളരെ മെല്ലെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം ഭക്തജന തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ താരതമ്യം ചെയ്യുമ്പോൾ ഇന്നുണ്ട്. ഇന്നലെയും അതുതന്നെയായിരുന്നു സ്ഥിതി. തിങ്കളാഴ്ച മുതലാണ് ഈ തിരക്ക് തുടങ്ങിയത്. തിങ്കളാഴ്ച 1 ലക്ഷത്തിന് മുകളിൽ ഭക്തർ 18-ാം പടി മാത്രം ചവിട്ടി എത്തുകയും ചെയ്തു. ഇന്നലെ 96,000-ലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇനി വരും ദിവസങ്ങൾ വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് മണ്ഡല പൂജയ്ക്കായിട്ടുള്ളത്. ആ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 18-ാം പടി ചവിട്ടി അയ്യനെ കണ്ട് തൊഴാനുള്ള വലിയ തിരക്ക് ശബരിമല സന്നിധാനത്ത് നിലവിൽ തുടരുകയാണെന്നുള്ളതാണ്. എന്തായാലും ഈ സ്പോട്ട് ബുക്കിങ്ങിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സ്പോട്ട് ബുക്കിംഗ് കഴിഞ്ഞ ദിവസം 10,000 ഭക്തരാണ് എടുത്തത്. മണ്ഡല പൂജയോടുള്ള സമയത്ത് വെർച്വൽ ക്യൂവിൽ വലിയ മാറ്റമുണ്ട്. വെർച്വൽ ക്യൂ നിജപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് 5,000 ആയിരുന്നത് 10,000-ലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങി. ഇനി 2,000-ലേക്ക് ചുരുക്കാനാണ് നീക്കം. 2,000-ആയി ചുരുക്കിയതായി അറിയിപ്പും വന്നിട്ടുണ്ട്. അത് മാത്രമല്ല 26-27 ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസം 30,000, 2-ാം ദിവസം 35,000 ഭക്തരെ മാത്രമാണ് നിലവിൽ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുക. വെർച്വൽ ക്യൂവും നിജപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല സ്പോട്ട് ബുക്കിംഗും നിജപ്പെടുത്തിയിട്ടുണ്ട്. ശ്രുതി.